കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. അതിൻ്റെ അർത്ഥം ശുശ്രൂഷ അത് വില കൊടുത്ത് തന്നെ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ശുശ്രൂഷയിൽ കണ്ണുനീരുണ്ട്, പക്ഷെ ആ കണ്ണുനീര് നിലത്തല്ല വീഴുന്നത്. അതെവിടെയോ ഒരു കുപ്പിയിൽ അത് കളക്ട് ചെയ്യുന്നുണ്ട്, അതെവിടെയോ വെച്ചിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? എന്നെ കേൾക്കുന്ന ആരെങ്കിലും കണ്ണീരോടെ നിങ്ങൾ ശുശ്രൂഷിക്കുന്നു, എൻ്റെ കണ്ണീര് ആരും കാണുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കണ്ണീര് എവിടെയോ ഒരു തുരുത്തിയിലാക്കി വെക്കുന്നുണ്ട്. അത് എൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ? അതെല്ലാം എവിടെയോ കുറിച്ച് വയ്ക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അവന് വേണ്ടി ചെയ്തത് അതാരും ഈ ഭൂമിയിൽ കണ്ടില്ല എങ്കിലും നമ്മുടെ ദൈവം അത് കാണുന്നു, അതവൻ കുറിച്ചു വയ്ക്കുന്നു. കണ്ണീരാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് തുരുത്തിയിൽ വയ്ക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഇത് പലപ്പോഴും ഈ വാക്യങ്ങൾ പ്രസംഗകരിങ്ങനെ ഒന്ന് പ്രസംഗിക്കും. പക്ഷേ എൻ്റെ ചോദ്യം, ഈ പ്രസംഗിക്കുന്നവരുടെ മുറിവും അവരുടെ തകർച്ചയും അതാരാ കെട്ടുന്നത്? അത് ഉണക്കുന്നതാരാ? അത് ദൈവമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്തൃ ശുശ്രൂഷയിൽ വേദനയോടെ തകർച്ചയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, ആരും കണ്ടില്ല എങ്കിലും കേട്ടില്ല എങ്കിലും മനസ്സിലാക്കിയില്ല എങ്കിലും എല്ലാവരും കുറ്റപ്പെടുത്തട്ടെ, എല്ലാവരും തള്ളിക്കളയട്ടെ. അവിടെയും തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ, തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട്. കർത്താവ് വിശ്വസ്തൻ.